എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് നമ്മൾ ഉണർന്നിരുന്ന നമ്മുടെ നല്ല ആശയങ്ങളും നല്ല അഭിലാഷങ്ങളും ഈശ്വരനിലേക്ക് അർപ്പിക്കേണ്ട ഒരു ദിവസമാണ്. അതാണ് ശിവരാത്രിയുടെ പ്രത്യേകത. എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ആശംസകൾ. ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിന് വേണ്ടി ഞാൻ GK തുമ്പക്കാരൻ ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ അതിന് നമുക്ക് ശിവതാണ്ഡവമെന്ന് പേര് കൊടുക്കുകയാണ്. ശിവരാത്രി കഴിയുന്നു. ഈ സന്ദർഭം നാളെ മുതൽ നാം തുടക്കം കുറിക്കേണ്ടത് ശിവതാണ്ഡവമാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. അതിൽ ഖേദമുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. പ്രധാനമായി ഇന്ന് പത്രം എടുത്ത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഫ്രണ്ട് പേജ് കാണുമ്പോൾ വളരെയധികം മാനസിക പ്രയാസം തോന്നി. ബന്ധുജനങ്ങൾ പൊട്ടിക്കരയുന്ന സീൻ, മുൻപ് കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ മൃതദേഹങ്ങൾക്ക് അരികിലിരുന്ന് വിലപിക്കുന്നവരെ കണ്ടിട്ട് ആരാണിതിൻ്റെ ഉത്തരവാദിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. തീർച്ചയായും ഉത്തരവാദികൾ മറ്റാരുമല്ല, നമ്മൾ തന്നെ. നാം സ്വയം, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ പൊതുജനം എന്ന് പറയുന്ന നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം ആണ് ഈ കൊലകളിലേക്ക് എത്തുന്നത്. ഇനി അടുത്ത സ്റ്റേജും നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് കഴിഞ്ഞാൽ നാം ഈ കേരളത്തിലുള്ളവർ പാലസ്തീൻ ജനത പ്രയാണം ചെയ്യുന്നത് പോലെ നമ്മുടെ നാടും വീടും വിട്ട് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ ചേക്കേറി തെരുവിൽ കിടക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കും. 100% അത് തീർച്ചയായിട്ടും സംഭവിക്കും. അതത്ര വിദൂരമല്ല. കാരണം ഇസ്രായേൽ ജെറ്റുകൾ ബോംബുകൾ വർഷിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ, കൂട്ടമായി വന്ന്. പക്ഷെ അത് ബോംബാണെന്നറിയാം, അത് സ്വരത്തിൽ കൂടി അറിയാം, അത് റഡാറിൽ കൂടി അറിയാം. എന്നാൽ അതിനേക്കാളും ഏറ്റവും വലിയ ഉഗ്ര പ്രഹരമുള്ള ബോംബുകളാണ് ഇന്ന് കേരളത്തിൻ്റെ മുകളിൽ വർഷിക്കപ്പെടുന്നത്. എങ്ങനെ? അത് മനുഷ്യൻ വർഷിക്കുന്ന പ്ലെയിനൊന്നുമില്ല. അതിൻ്റെ പ്രധാന കണ്ണികളെന്ന് പറയുന്ന മറുനാട്ടിലുള്ള പണിക്കാരാണ്, ഇവിടെ കുടിയേറിയവർ. അവരെ ശരിക്കും നിയന്ത്രിച്ചില്ലെങ്കിൽ നാം ഈ നാട് വിടേണ്ടി വരും. അവസാനം ആരെയും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി ഇന്നേ ചെയ്യുക എൻ്റെ ബേസിക് എക്സ്പീരിയൻസ് വെച്ച്. കാരണം ഞാൻ നാഗാലാൻഡിലും മണിപ്പൂരിലും ഞാൻ ഡിഫൻസിൽ സർവീസ് ചെയ്തതാണ്. ഞങ്ങൾക്കൊരു ജനറൽ ഉണ്ടായിരുന്നു, മിസ്റ്റർ SK കണ്ടാത്ത്. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഹിം വെൻ ദറ്റ് ഐ വിൽ ഹേർഡ് ഹിസ് നെയിം. ഞങ്ങളുടെ കമാൻഡൻ്റായിരുന്നു. നാഗാലാൻഡ് മണിപ്പൂരിൻ്റെ GOC ആയിരുന്നു. അദ്ദേഹം ഗോവ യുദ്ധം നയിച്ച ജനറലാണ്. അവിടെ വിജയിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ ട്രാൻസ്ഫറായി വന്നത് നാഗാലാൻഡ് മണിപ്പൂർ ആ ഏരിയയിലെ GOC ആയിട്ടാണ്. അദ്ദേഹം ഞങ്ങളുടെ കോൺഫറൻസിൽ പറഞ്ഞു, ഡു ഇറ്റ്, വാട്ട് ഈസ് ദ റിയൽ തിങ്, വാട്ട് ഈസ് ദ നീഡി തിങ്, ഡോണ്ട് വെയിറ്റ് ഫോർ മൈ ഓർഡർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം, കറക്റ്റാണെന്ന് കണ്ടാൽ അപ്പോൾ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞു. എന്നെ നിങ്ങളതിൽ കാണേണ്ട കാര്യമില്ല. ആ തൻ്റെ ഇടം കാണിച്ചു. ആ തൻ്റെ ഇടം കാണിച്ചതിൻ്റെ ഫലം ഞങ്ങൾ 6 മാസം കൊണ്ട് നാഗാലാൻഡ് മണിപ്പൂർ ഒക്കെ ക്ലിയർ ചെയ്തു. ഞാൻ അവിടെ സർവീസ് ചെയ്തതാണ്. ദിവസം കൊണ്ടും പെട്രോൾ നടത്തുമ്പോൾ അന്ന് കാലിൽ കയറി പിടിച്ച അട്ടകടിച്ച പാടുകൾ ഇന്നും എൻ്റെ കാലിനുണ്ടായി. ഇപ്പോൾ ആ രാജ്യം അവസാനം എന്തായി? അതെല്ലാം മാറി എന്ന് പബ്ലിക് ആ ഭരണം ഏറ്റെടുത്തോ. അതിൻ്റെ അവസാനം വേണ്ടെന്ന് നഗ്നയാക്കി റോഡിൽ കൂടി സ്ത്രീകളെ നടത്തിച്ച കാഴ്ചയാണ് നമ്മൾ പത്രത്തിൽ കാണാൻ സാധിച്ചത്. സീ ദ ഡിഫറൻസസ്.
ലൈൻ ഓർഡർ എത്ര വീക്ക്നെസ് അതിൻ്റെ ആ ഡിഫറൻസാണ്. നമുക്ക് ജനാധിപത്യം വേണം. നമ്മൾ വോട്ടുകൾ വേറെ ഈ ജനങ്ങളാൽ തിരിച്ചെടുത്ത ആൾക്കാരാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒക്കെയാണ്. നാം തന്നെ നമുക്ക് പാരപണിയാണ്. അതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞ സമയം കളയാൻ വിൽ കം ടു ദ പോയിൻറ്റ്. ഇന്ന് തുടങ്ങാൻ നമുക്ക് ഒരു ശിവതാണ്ഡവം. ഈ ശിവതാണ്ഡവമാണ് നമുക്കിനി ആവശ്യം. പ്രധാനമായി ചെയ്യേണ്ടത് അത് പോലീസുകാരെയും ഭരണകർത്താക്കളും പ്രതിപക്ഷവും പൊതുജനങ്ങളും ചേർത്ത് ചെയ്യാനുള്ള കാര്യം നമ്മൾ ശ്രമിച്ചാൽ വിത്തിൻ 3 months വി ക്യാൻ എറാഡിക്കേറ്റ് എല്ലാ ഈ മയക്കുമരുന്ന് മാഫിയകൾ ഇവിടെ നിന്നൊക്കെ ഓടിക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് ഈ അനാവശ്യമായി അനധികൃതമായി കടന്നു വരുന്ന ഈ പുറം സ്റ്റേറ്റുകളിൽ വരുന്നവരെ പ്രിവെൻറ്റ് ചെയ്യുക. പ്രത്യേകം അതിഥി തൊഴിലാളികൾ എന്നുള്ള ലേബിൾ ഇവിടെ വരുന്നുണ്ട്. ഇവന്മാരിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മയക്കുമരുന്നുമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒന്ന് കച്ചവടം ചെയ്യാം, അവർ ലാഭം ഉണ്ടാകും, അവന്മാർ കയറിപ്പോകും. അവരുടെ ഒരു ട്രാഫിക് കേന്ദ്രം, അവരുടെ ഒരു നിക്ഷേപ കേന്ദ്രം, അവരുടെ ഒരു വിപണന കേന്ദ്രവുമായി അവർ കേരളത്തെ മാറ്റിക്കഴിഞ്ഞു. ഇനി അതിന് സ്റ്റോപ്പ് ചെയ്യാൻ ഇറ്റ് ഈസ് എ വെരി ഈസി തിങ്. ഇവരാരൊക്കെയാണ് ട്രെയിനിലോ പ്ലെയിനിലോ എന്ത് വന്നു കഴിഞ്ഞാലും ഇവരെ സ്പോട്ടിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കുക. ലോക്കൽ പോലീസിനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കൊണ്ട് ഈ വരുന്ന തൊഴിലാളി അവരുടെ ടിക്കറ്റ് എക്സാമിനും ചേർന്ന് ഇവരെ പ്ലാറ്റ്ഫോമിൽ തടഞ്ഞു നിർത്തി ഇവരുടെ രേഖകൾ പരിശോധിക്കുക. ഇവരെവിടേക്ക് വരുന്നു, ഇവരെവിടെ നിന്ന് വരുന്നു, ഇവരുടെ രേഖകൾ കറക്റ്റാണോന്നും ഇവരുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് കൺഫേം ചെയ്യുക ദർ റൈറ്റ് ഓർ റോങ്. ഇനി സെക്കൻഡ് ടൈം ഇവർ എങ്ങോട്ടേക്കാണ് പോകണമെന്ന് അവരുടെ സ്ഥലം കണ്ടറിയുക. അവിടെ എന്തിനാണ് പോകണമെന്ന് അതിൻ്റെ എല്ലാ പൂർണ്ണ ഡീറ്റെയിൽസ് ഇഷ്യൂ എ പാസ് ദെയർ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവർക്കൊരു പാസ് കൊടുക്കണം പോലീസ്. ആ പാസ് കൊണ്ട് മാത്രമേ ഇവർക്ക് യാത്രയാകൂ. ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓട്ടോറിക്ഷ ഇവനെ കയറ്റാവൂ, ടാക്സിക്കാർ കയറ്റാവൂ, ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റിലുള്ളവരെ കയറ്റാം. എന്ത് തന്നെയാലും ഈ പാസ് മൂലം ഇവർക്ക് മൂവ് ചെയ്യാവും. ദെൻ ഇവർ എവിടെയെങ്കിലും താമസിക്കുക, ഇവരാരെങ്കിലും കൂട്ടി വരികയാണെങ്കിൽ ആ കൂട്ടി വിടുന്നതിൻ്റെ അഡ്രസ്സും ഇവിടെ റെക്കോർഡ് ചെയ്യണം. ഇവരെവിടെ താമസത്തെത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ആ ഹൗസ് ഓണർ ഇവൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും വാങ്ങി അടുത്ത റെയിൽവേ സ്റ്റേഷൻ സബ്മിഷൻ ചെയ്ത് അവരുടെ പെർമിഷൻ ഇവൻ എവിടെയാണ് ഈ ലൊക്കേഷൻ ജോലി ചെയ്യുന്ന ലൊക്കേഷൻ അത് കൊടുക്കും. ഇതൊരു പുതിയ ഇതല്ല, ഇത് ഗൾഫ് നാട്ടിലെല്ലാവരും നടത്തി വരുന്ന ഒരു സംവിധാനമാണ്. ഇവൻ ജോലി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, അവൻ ജോലി ചെയ്തിട്ട്, പക്ഷേ ഇവൻ വരുന്നത് ജോലി ചെയ്യുന്നതിനാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഇവൻ അവിടെ നിന്നുകൊണ്ട് പാർട്ട് ടൈം പോയി ഈ കഞ്ചാവ് കൃഷി ചെയ്യാനും കഞ്ചാവ് കച്ചവടം ചെയ്യാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവനെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഇവരെയൊക്കെ നമ്മൾ വീക്ഷിക്കണം. ഇല്ലെങ്കിൽ അവൻ നമുക്ക് പാരപണിയും, അവനിവിടെ കാശുകൊണ്ട് അവനങ്ങ് പോകും. അവസാനം നമ്മളൊരു വല്ലാത്ത അബദ്ധത്തിലായിപ്പോയി. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൻ്റെ പുറത്ത് സ്കൂളിൽ വിടാൻ പേടി. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വരുന്ന അതിഥിതൊഴിലാളി മാക്സിമം പ്രിവെൻറ്റ് ചെയ്ത് എവിടെ നിർത്തി. ഇനി ഇവൻ താമസിക്കുന്നതൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്തിനെ കാണാൻ പോവുകയാണെങ്കിൽ, അവനിപ്പോൾ എറണാകുളത്ത് താമസിക്കാൻ തൃശ്ശൂർ പോകണമെങ്കിലോ ട്രിവാൻഡ്രത്ത് താമസിക്കാൻ മറ്റു ഡിസ്ട്രിക്ട് പോകണമെങ്കിൽ മസ്റ്റായിട്ട് പോലീസ് സ്റ്റേഷൻ അതിനൊരു സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് ലെറ്റർ വാങ്ങി ആ ലെറ്ററിൽ വച്ചിട്ടേ ഇവൻ യാത്രയാകൂ. ഇവരെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇതിനു വേണ്ടി പോലീസിന് അത്ര കൊണ്ട് ശ്രദ്ധയില്ല. അതിന് ലോക്കൽ നേതാക്കന്മാരോ ലോക്കൽ രാഷ്ട്രീയക്കാർ 1-2 പേര് ഇവരെ അസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യിപ്പിക്കുക. നമുക്കറിയാം പോലീസ് എനിക്ക് അത്ര ശ്രദ്ധയില്ല, അവർക്ക് എല്ലാ കേസും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മുടെ ലോക്കലും പബ്ലിക്കും സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അനാവശ്യമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു അവയർനെസ് ഇവർക്കുണ്ടാകും. കഴിയുന്നതും ഈ വിധ ട്രാഫിക് ഇതുമായി വരുന്ന ആൾക്കാർ ഇവിടത്തേക്ക് കടക്കില്ല. കേരളത്തിൽ കടക്കണമെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് മാത്രമേ വരാൻ പറ്റൂ എന്നുള്ളൊരു ധാരണ നാം പുലർത്തിയിരിക്കണം. നമ്മുടെ സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട നമ്മുടെ കടമയാണ്. നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യക്കാരൻ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളും, ദർ ഇസ് നോ പ്രോബ്ലം. ബട്ട് അവൻ എവിടെ വരുന്നോ അവൻ്റെ വീട്ടിലേക്ക് കടത്തി വരുമ്പോൾ, നമ്മുടെ സ്റ്റേറ്റിലേക്ക് കടത്തി വരുമ്പോൾ അവൻ സുരക്ഷിതനാണ്. അവൻ നമ്മളെ സുരക്ഷിത വലയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് വരുന്നതെങ്കിൽ അവനിവിടെ കയറ്റുന്നത്. അപ്പം തന്നെ അവനെ ശിക്ഷിക്കാനും നമ്മൾ ജയിലിലിട്ട് ചോറ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ അടുത്ത ട്രെയിനിൽ തിരിച്ചു പിടിക്കുക. ദാറ്റ്സ് ആൾ. വി ഡോണ്ട് നീഡ്. ഓരോ സ്റ്റേറ്റിൻ്റെയും ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇന്ത്യൻ മഹാരാജ്യത്തുള്ള ആർക്കും എവിടെയും സഞ്ചരിക്കാം, ഒരു കുഴപ്പമുണ്ടോ?
ദർസ് നോ പ്രോബ്ലം, ആധാരം എല്ലാം ഉണ്ട്. പക്ഷേ എവിടെ പോയാലും ജോലിക്ക് പോയി സ്ഥിരമായിട്ടിരിക്കുന്ന അവനെ വീക്ഷിക്കേണ്ടത് അവിടുത്തെ ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അതിൽ വീഴ്ച പറ്റിയാൽ മരണങ്ങൾ ഇനി സംഭവിക്കും. ഇവന്മാർ ഇവിടെ വരുമ്പോൾ ഇവർ കൊല ചെയ്യപ്പെടും, ഇവർ പലരും കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വ്യഭിചരിപ്പിക്കുന്നു, മയക്കുമരുന്ന് ചെയ്യാൻ എല്ലാ പരിപാടിയുമാരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കഴിയും. നമ്മളിവിടെ മാനം മര്യാദയായിട്ട് ജീവിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കുക, മുൻകാലങ്ങളിൽ നമ്മുടെ രാജാവ് കൊടുത്ത ശിക്ഷകളുണ്ട്. മോഷണം നടത്തിയാൽ കൈവെട്ടിക്കളയും, കൊല ചെയ്ത് അവൻ അവനെ കൊന്നു. അവിടെ വിധിയും ന്യായവും ഒന്നുമില്ല. ഇത് കണ്ടുപഠിച്ചതാണ്. പണ്ട് അറബികൾ ഇവിടെ പായ്ക്കപ്പലിൽ വന്ന് ബിസിനസ്സിന് വന്നപ്പോൾ ഇവിടുത്തെ ഈ സംവിധാനം അവന് കണ്ടുപിടിച്ച് ഇതാണ് അവൻ അറബി നാട്ടിൽ പ്രചരിപ്പിച്ച് അതാണ് അവിടുത്തെ നിയമമായ ആ നിയമമാണ് ഇന്നും അവരെ നടത്തുന്നത്. അതിന് ഇതുവരെയായിട്ട് യാതൊരു മാറ്റവും ഉണ്ടായില്ല. നമ്മൾ പറയും അവർ കാട്ടാളന്മാരെ വലിയ സ്ട്രിക്റ്റാണ്, അതുകൊണ്ട് അവിടെ വലിയ കുഴപ്പങ്ങളില്ല. നമ്മൾ എത്ര കണ്ട് ലിബറലാകുന്നു നമുക്കിവിടെ ജീവിക്കാൻ വയ്യാത്ത സ്റ്റേജാകുന്നു. നോക്കൂ, ചെന്താമര അവൻ ഒരുത്തനെ കൊന്നിട്ട് അവൻ ആരെയൊക്കെ ഒന്ന് രണ്ടോ കൊന്നിട്ട് അവൻ പോയി സുഖമായിട്ട് വന്ന് ജയിലിൽ കിടന്ന് എല്ലാം അടിച്ച് ഇവിടെ വന്നിട്ട് അവൻ പറയാത്ത സ്ഥലത്ത് അതിർത്തി കടന്നു പോയി ആൾക്കാർ വീണ്ടും കൊന്നു. ഈസ് നോ ഫീലിംഗ്. കാരണം അവനിപ്പോൾ ജയിലിൽ അവന് സുഖഭക്ഷണം കിട്ടും. ഇവനെയൊന്നും വയ്ക്കാൻ പാടില്ല. നമ്മുടെ നികുതി പണം എടുത്ത് ഇവനൊക്കെ വീണ്ടും അവൻ നാളെ ഒന്ന് അടുത്ത കൊല നടത്തും. ഇത് ഒരു ആർക്കും ചെയ്യാവുന്നൊരു വിളനിലമായിട്ട് കേരളത്തെ മാറ്റിക്കളഞ്ഞു. സോ ദയവ് ചെയ്ത് ഞാൻ ഒക്കെ ഈ പ്രതിപക്ഷത്തോടും ഈ ഭരണപക്ഷത്തോടും എല്ലാവരോടും കൈകൂപ്പി പറയുന്നു, ഒരു അവസാനം കണ്ടെത്തുക. നിങ്ങൾ വിചാരിച്ച കേവലം ഇത് പീനട്സ് ഫോർ യു, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവരെ ഒന്ന് നിയന്ത്രിക്കുക. ഈ പുറത്തു വരുന്ന തൊഴിലാളികളെ കറക്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക. ഏതൊരു മനുഷ്യനും അവൻ്റെ പാസ് ചെക്ക് ചെയ്യാനുള്ള ആധികാരികത ഉണ്ടെന്നുള്ളൊരു ധാരണ വരുത്തുക. പോലീസിന് എല്ലായിടത്തും ഓടിയിരുന്ന് ചെയ്യാൻ പറ്റില്ല. പബ്ലിക്കിനും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള അതിനൊരു പഞ്ചായത്തിലോ പഞ്ചായത്ത് മെമ്പർക്കോ അവരുടെ സാന്നിധ്യത്തിൽ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ അൺവാണ്ടഡ് ആൾക്കാർ ഇവിടെ ഉണ്ടാകില്ല. സെക്കൻഡ്, ഈ ട്രാഫിക് വരുന്നല്ലോ, ഈ ഹാൻഡ്സ് എന്നാൽ ഈ പല്ലിൻ്റെ ഉള്ളിൽ കുറ്റിക്കുന്ന ഒരു വൃത്തികെട്ട ബേഡ് സ്മെൽ, ആ സാധനം പ്രിവെൻറ്റ് ചെയ്താണ്. അതിപ്പോഴും പല കടക്കാർ വിൽക്കുന്നു. അത് വിൽക്കുന്നവനെ കണ്ടെത്തി അവൻ്റെ കട പൂട്ടിപ്പിക്കുക. ആദ്യം ഒരു വാണിംഗ് കൊടുക്കുക. പിന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുന്നതിനെ പബ്ലിക്കിൽ വെച്ചാൽ 1000 രൂപ പെനാൽറ്റി അടിപ്പിക്കുക. ഈ ഇവന്മാർ ഇത് കുത്തിക്കയറ്റി ഈ ഒരുമാതിരി വൃതി വേഷവും കാണിച്ചിട്ട് ഈ പബ്ലിക്ക് നടക്കുമ്പോൾ അത് തന്നെ ഒരു വേഷമാണ്. ഇത് കൊച്ചു പിള്ളേർക്ക് പ്രചോദനം കൊടുക്കുകയാണ്. ഇവനെയും പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് ഇവനെ ചാട്ടവാർ അടിക്കേണ്ട, ആദ്യം വാണിംഗ് കൊടുക്കുക. ഇവൻ എവിടെ നിന്ന് വാങ്ങുന്നോ അവനെ നൈസായിട്ട് പിടിച്ച് ആ കടക്കാരനെ പിടിക്കുക, കടക്കാരനെ അബ്സോർബ് ചെയ്യുക. കടക്കാരൻ ആര് സപ്ലൈ ചെയ്യുന്നുള്ള അതും നോക്കി പിടിച്ച് ഇവിടെ കടക്കാരൻ ഇതാവുമ്പോൾ അതിനും ഒരു അവസാനം കൊടുക്കാം. അത് വിൽക്കാൻ ജപം വെച്ചാൽ അവൻ്റെ കട എപ്പോൾ പൂട്ടിക്കുക, സീൽ ചെയ്യുക, അവൻ്റെ കച്ചവടം അവിടെ വെച്ച് നിർത്തുക. രണ്ടാമത് കൊണ്ടുവരുന്ന ആ വണ്ടിക്കാരനെ പിടിക്കുക. ആ വണ്ടി പിടിച്ച് സീസ് ചെയ്യുക. ആ വണ്ടി നേരെ കോർപ്പറേഷനും PWDയും KSBക്കും കോർപ്പറേഷനിൽ ചവറ് വരാനും പഞ്ചായത്ത് ജോലികൾക്ക് വേണ്ടി അങ്ങോട്ട് കൊടുക്കുക. കാര്യം ഗവൺമെൻറ്റിൻ്റെ കാശില്ല. ഈ വണ്ടികൾ ഇവന്മാർ ഈ ഡ്രഗ് ട്രാഫിക് ചെയ്യാൻ വേണ്ടി ഈ ട്രക്കുകൾ മേലാൽ കേരളത്തിൽ ഈ സാധനമായിട്ട് വരുന്നു. ഇങ്ങനെ വണ്ടി, അത് ഏത് വണ്ടിയായിരുന്നു, അത് പാർട്ടിക്കാരൻ്റെ വണ്ടിയായിരുന്നാലും ശരി, അല്ലാത്തവൻ്റെ വണ്ടി എന്തായാലും പിടിച്ച് അപ്പം തന്നെ സീസ് നേരെ കൊടുക്കുക. അതിന് ബഹുമാനപ്പെട്ട നീതിപീഠം വേണ്ട സപ്പോർട്ട് ചെയ്യണം. ഇവരെന്തായാലും ഇവിടെ ഈ എന്ത് മര്യാദയോട് കാണിച്ചാലും നേരെ ഒരു വക്കാലത്ത് പോയി ഒരു 14 ദിവസം ജയിലിട്ട് കഴിഞ്ഞാൽ അവൻ അടുത്ത് നേരെ ജയിലിൽ ട്രാൻസ്ഫറായി പോകണം. ഇതൊന്നും ഉണ്ടാകരുത്. ഇതില്ലാതിരിക്കാനുള്ള പ്രിവെൻറ്റേഷൻ ജഡ്ജിമെൻറ്റും ബഹുമാനപ്പെട്ട നീതിപീഠവും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കേരളം ദൈവത്തിൻ്റെ നാടായി തന്നെ മാറ്റാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വണ്ടിയിൽ വന്നൊരു സാധനം കൊടുക്കാൻ പാടില്ല. ഈ ഒരു സാധനം കടകളിൽ വിൽക്കാൻ പാടില്ല. വിറ്റ് കഴിഞ്ഞാൽ വിൽക്കുന്നവനും പിടിക്കുക, വിൽക്കുന്നവനിൽ കൂടി അത് സപ്ലൈ ചെയ്യുന്നവനും പിടിക്കുക, ആ സപ്ലൈ ചെയ്യുന്നതിൽ കൂടി കൊണ്ടുവന്ന വണ്ടിയും പിടിക്കുക. ഇങ്ങനെ ഒരു ശൃംഖലയായി പോയി കഴിഞ്ഞാൽ ഇതിനെ ആദ്യത്തെ ഒരു സ്റ്റേജായി കാണുക. ഇതിന് ശിവതാണ്ഡവം എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. ആ ശിവതാണ്ഡവത്തിൽ നമ്മളെല്ലാം പങ്കുചേരണം. നമ്മുടെ ഭരണപക്ഷം, നമ്മുടെ പ്രതിപക്ഷം, നമ്മുടെ പോലീസ് സേന, നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഒന്നായിട്ട് ചേർന്നൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുക. ഇനി
ഈ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് ഇവിടെയുള്ള അടിഞ്ഞാട്ടം നമുക്ക് നിർത്തിയിരിക്കാം. ഇനി ഡ്രഗ്സ് എങ്ങനെ നിർത്താമെന്നുള്ള എൻ്റെ അടുത്ത ശിവതാണ്ഡവത്തിൻ്റെ വീഡിയോയിൽ കൂടി നമുക്ക് കാണാം. സോ എല്ലാവരും ഒരിക്കൽ കൂടി പറഞ്ഞു, ഇനി നമ്മുടെ പത്രങ്ങളിൽ ഡ്രഗ് അടിച്ച് തന്തയും തള്ളയും സഹോദരങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്ന ഒരുത്തൻ്റെ ന്യൂസ് വരാൻ പാടില്ല. ഇനി അത് വന്നു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഒന്നും കൊണ്ട് നടക്കുക, ഇവനെ സാധിക്കുകയാണെങ്കിൽ അവനെ നേരെ തിരിഞ്ഞെഴുതാൻ അപ്പം തന്നെ ഷൂട്ട് ഇവനെ തട്ടിക്കളയുക. വി യൂസ് ടു ഡു ലൈക്ക് ദാറ്റ്. ഞാനൊക്കെ പല ആക്ഷനും പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ എല്ലാം കുറച്ച് കണ്ട് ഇതിനൊക്കെ കുറച്ച് ഇവനെയൊക്കെയുള്ള നിർത്തിയ പല സംസ്ഥാനങ്ങളും എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഇത് നമുക്കെ സംബന്ധിച്ച് പുത്തേരി ഞങ്ങളെ പോലുള്ള ഒത്തിരി ആൾക്കാർ റിട്ടയർഡ് ആൻഡ് ചങ്കൂറ്റവും തൻ്റെ ഉള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. കാട്ടിലൊക്കെ 5-6 ദിവസം ഡേ നൈറ്റ് പട്ടിയും നടന്ന് ഇങ്ങനെയുള്ള ഈ തീവ്രവാദികളെ അടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ ഫിനിഷ് ചെയ്തൊക്കെ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാനുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ കാണിക്കുന്ന ഈ പരിപാടികളൊന്നും ഇത് അവന്മാർക്ക് ട്രാഫിക് ചെയ്യുന്നവർക്ക് ഡ്രസ്സ് മാഫിയയ്ക്ക് വേണ്ടിയുള്ളൊരു നല്ല കേന്ദ്രമായിട്ട് നമ്മുടെ കേരളം മാറിപ്പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഇതേപോലെ ആകണം. നമ്മളിവിടെ നിന്ന് ഈ നമ്മുടെ വീടും വിട്ട് നമുക്കിവിടെ നിന്ന് പോകാനാണ് തീരുമാനം, അങ്ങനെയാകാം. അപ്പോൾ ഇവർക്ക് ഭരിക്കാൻ ആൾ കാണത്തില്ല. സോ ദയവ് ചെയ്ത ഭരണകൂടമേ താഴ്മയെ അപേക്ഷിക്കുന്നു. നിങ്ങളോടും ഈ പ്രതിപക്ഷത്തോടും നിങ്ങളുടെ സംഘടനകളോടും ഈ രാജ്യത്തെയും നമ്മുടെ ഈ സ്റ്റേറ്റിനെ ഒന്ന് രക്ഷിപ്പിക്കുക. നിങ്ങൾ തന്നെ കൺട്രാക്ടർമാരാകരുത്. നിങ്ങൾ ഈ മയക്കുമരുന്നുകൊണ്ടുള്ള വണ്ടി നിങ്ങൾ കൊടുക്കരുത്. അത് നാണക്കേടാണ്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ മോർ ഇൻ ഡീറ്റെയിൽസ്. അതുകൊണ്ട് ഇതിന് അതിർത്തി വരുത്തുക. തീർച്ചയായിട്ടും ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഇതിനൊന്ന് വേണ്ട രീതിയിൽ ആക്ഷൻ എടുക്കുക. ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് ഇവിടെ ഒരു പാലസ്തീൻ ജനതയെ പോലെ നമ്മൾ അഗതികളായി പോകേണ്ട ഒരു ഗതികേട് വരുത്തരുത്. പ്ലീസ്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെല്ലാം പുറത്താണ്, പക്ഷേ എനിക്ക് അവരിവിടെ വരണം. നമ്മളൊക്കെ വയസ്സാം നേരത്ത് നമ്മളെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഒരു ശ്മശാനം രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിൽ അവരൊക്കെ ഒന്നും ഇവിടെ വരരുത്. എല്ലാവർക്കും പുറത്ത് പഠിക്കാനോ എല്ലാത്തിനൊന്നും സാധിക്കില്ല. സോ ഈ ശിവതാണ്ഡവത്തിൽ നിങ്ങൾ എന്തെങ്കിലും കമൻഷനൊന്ന് അറിയിക്കുക. നമ്മൾ തുടങ്ങാം. എൻ്റേതായ ഒടുക്കൾ കിട്ടിയ എക്സ്പീരിയൻസ് ഏത് സമയത്തും ആർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ സന്നദ്ധനാണ്. ഐ ആം റെഡി ഫോർ ദാറ്റ് വൺ. കാണാം വീണ്ടും അടുത്തൊരു ശിവതാണ്ഡവം വീഡിയോയിലൂടെ. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും സേവ് ചെയ്യാനും ശ്രമിക്കണം. നമ്മുടെ പുതിയ വ്യവസ്ഥ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, എൻ്റെ ഒരു ഫോർമാറ്റാണ്. അതിൽ കൊള്ളാവുന്ന ഭാഗങ്ങൾ എടുക്കുക, അത് പ്രായോഗികമാക്കുക. ഇനി ഇവിടെ ഒരു കൊല നടക്കാൻ പാടില്ല മയക്കുമരുന്നിൻ്റെ പേരിൽ. ഇവിടെ ചുവന്ന തെരുവുകൾ ഉണ്ടാകരുത്. പെരുമ്പാവൂരിൻ്റെ കഥകളെല്ലാം നമ്മൾ കേൾക്കുകയാണ്. വളരെ മോശമായ നിലയിൽ ആ സ്ഥലം മാറിക്കഴിഞ്ഞു. അതിനൊരു പ്രിവെൻറ്റേഷൻ ഉണ്ടാകുക. പോലീസുകാർക്ക് ഒത്തിരി ജോലി കൂടും. എല്ലാവരും ചോദിച്ചാൽ നമുക്ക് ഇതിനൊരു അവസാനം കൊടുക്കാം. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഒരിക്കൽ കൂടി. താങ്ക് യു.